ഇപ്പോഴും ഉറപ്പില്ലാത്തൊരു കാര്യം, ഈ ദൗത്യ സംഘം കണ്ടെത്തിയ ലോറി ഉണ്ട് എന്ന് പറയുന്ന ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ മൂന്നാമത്തെ സ്പോട്ടിൽ ആ ലോറി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നതാണ്. അതിനകത്ത് മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷാദൗത്യത്തിൻ്റെ ഈ ഘട്ടത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ശ്രീ മേജർ രവി? ജനറൽ ഇന്ദ്രബാലൻ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു 3 മണിക്ക് മുന്നേ എന്തെങ്കിലും തീരുമാനമാവുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവരിത് സ്പോട്ട് ചെയ്തിരിക്കുന്നത്, 3 സ്പോട്ടുകൾ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ട്രക്കിൻ്റെ ചെറിയ ചെറിയ സ്പോട്ടെന്ന് പറയുന്ന സമയത്ത് ഒന്നൊരു മെറ്റാലിക് പോർഷൻ, അപ്പോൾ ഫുൾ ബോഡി ഒരു സൈഡിലും, ഇതിൻ്റെ ക്യാബിൻ ചിലപ്പോൾ മാറി വേറെ ഇടത്ത് കിടക്കുന്നു. അതുകൊണ്ടായിരിക്കും ഈ 3 സ്പോട്ടുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതിലാണ് ക്യാബിൻ അവിടുന്ന് ഈ ട്രക്കിൽ നിന്ന് പൊളിഞ്ഞ് മാറി വേറൊരു സ്ഥലത്തുണ്ടോ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. പിന്നീടൊരു 4-4:30 ആയപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, സർ ഞങ്ങൾ നൈറ്റിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ മഴ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ മഴ ഇപ്പം നടക്കുന്നതെന്നുള്ളത്. അതിപ്പം എനിക്ക് തോന്നുന്നു ഹാഷ്മിയൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഹീൽ ബി ഏബിൾ ടു ടെൽ യു ദാറ്റ്. അപ്പോൾ ആ മഴ അങ്ങനെയുള്ള സമയത്ത് ഈ ഡ്രോണിൻ്റെ വിങ്സ് എന്ന് പറയുന്ന അത് പറപ്പിക്കുന്ന വിങ്സിന് അത് അഡ്വേഴ്സായിട്ട് ബാധിക്കും. സോ അവർക്ക് ഡ്രോൺസ് പറപ്പിക്കാൻ പറ്റില്ല, ഈ ഗ്രിഡ് റെഫറൻസുകൾ എടുക്കാനും സാധിക്കില്ല. അപ്പം നൈറ്റിലുള്ള തെർമൽ ഇമേജിൻ്റെ ഒരു സാധ്യത പറഞ്ഞിരുന്നത് പോലും ഈ മഴ കാരണം അത്രയും ഹെവി റെയിൻസാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ജനറൽ ഇന്ദ്രബാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത്രയും മഴ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ രാത്രിത്തെ ഓപ്പറേഷൻ അവർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ദാറ്റ്സ് നോട്ട് പോസിബിൾ. ബാക്കിയുള്ളത് ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആരോ ഉണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹം കൂടെ ഇരിക്കുന്ന സമയത്താണ് ഞാനീ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഈ 10ാം ദിവസം വരയ്ക്ക് ഈ ഒരു അർജൻസി നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഇത് 1ാം ദിവസം തൊട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്രയും മഴ ഹെവി ആവാതെ തുടങ്ങിയിരുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയോ നമുക്ക് പല ഹോപ്പുകളും വന്നുണ്ടായി. ഇന്നിപ്പോൾ ഹോപ്പുകൾ ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടി അർജുൻ എന്ന് പറയുന്ന വ്യക്തി ചായക്കടയിൽ കയറിയെന്നുള്ളപ്പോൾ എസ് പിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആണ് ഈ മലയിടിച്ചിൽ വന്നതെന്നും ആ മലയിടിച്ചിലിൽ അദ്ദേഹം നദിയിലോട്ട് വീണു, മറ്റുള്ളവർ പോയ പോലെ തന്നെ നദിയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ ആ നീന്തൽ അറിയാവുന്ന എത്ര നീന്തൽ വിദഗ്ധനാണെങ്കിലും ശരി, ചില സമയങ്ങളിൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷേ ആഫ്റ്റർ സം ടൈംസ് ഇവരെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതുപോലുള്ള ഡിസാസ്റ്റർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഡ്രോൺസിൻ്റെ ഓപ്പറേഷനും ഹെലികോപ്റ്റർ സെർച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ഒരു 7-8 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഒബ്സർവേഷനിൽ വെച്ചിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അർജുൻ ജീവനോട് അവിടെ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ല ഇപ്പോൾ കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇളകാൻ പറ്റാത്ത രീതിയിൽ ജീവനോട് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. അതല്ല എങ്കിൽ ഈ 2 ദിവസത്തിനകത്ത് ഇപ്പം കാണിക്കുന്ന ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അന്ന് കാണിച്ചിരുന്നെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ കോർഡിനേഷൻ ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് എവിടെയെങ്കിലും ഫ്ലോട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എസ് പി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോപ്പുകളും തകർക്കുന്നതായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ നമ്മളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾക്ക് നമ്മുടെ ഒരു മനുഷ്യജീവിയോടുള്ള ഒരു സ്നേഹം. അപ്പോൾ അർജുൻ തിരിച്ച് ജീവനോടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഫുൾ മലയാളികളും അവരുടെ ഒന്നടങ്കം ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഞാൻ കാണുന്നത് നിങ്ങളുടെയൊക്കെ ന്യൂസുകളാണ്. ഏത് ഒരു ചായക്കടയിലാണെങ്കിലും ശരി, മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് ഈ ന്യൂസുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾക്ക് എത്രത്തോളം കൺസേൺ ഉണ്ട് ഈ ഒരു ഓപ്പറേഷനിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ചും എന്നുള്ളതാണ് കാണുന്നത്. അത് വളരെയധികം സന്തോഷം. കാരണം ഒറ്റക്കെട്ടായി നിൽക്കാനുള്ളൊരു മനസ്ഥിതി, അല്ലാതെ വേറെ പാട്ട് കേൾക്കാനല്ല ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ വെരി അലാമിങ്. അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തി ഇനി സംസാരിക്കുമ്പോൾ പറയുമായിരിക്കുന്നുള്ള ഉത്തരം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ അഡ്വൈസും കൊടുത്തു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ഫോളോ ചെയ്യുന്നില്ല? ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം സേഫ്റ്റി അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള എന്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ റിക്വസ്റ്റ് പുട്ടപ്പ് ചെയ്യുന്നത്. അല്ല ഒരു ഡിസാസ്റ്റർ, ഇപ്പോൾ ഒരു മലയിടിച്ചിൽ നടന്നു, ആദ്യം പോലീസ് പോയി കുറച്ച് മണ്ണ് വാരുക, ഇങ്ങനെയല്ലല്ലോ. ഇത്രയും വലിയൊരു ഹെവി ദുരന്തം നടന്നതിന് ശേഷം നമ്മുടേതായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ആദ്യമേ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ പ്രൊഫഷണൽ അപ്രോച്ച്, സ്കൂബ ഡൈവേഴ്സ്, ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ റഡാർ സെർച്ച്, ഇതെല്ലാം ആ ദിവസം തന്നെ സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷനെ കൊണ്ടുവരുന്നതിന് പകരം
ഇവർ ഡിസ്കഷൻസും ചെയ്തുകൊണ്ട് ഓഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 6-ാം ദിവസമാണ് ആർമിക്ക് റിക്വസ്റ്റ് പോകുന്നത്. എന്നിട്ടാണ് 7-ാം ദിവസം ആർമി വണ്ടികൾ അവിടെ നിന്ന് വരുന്നത്. അതും ബെൽഗാമിൽ നിന്ന് ബൈ റോഡ് വരികയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫഷണലി എവിടേക്കോ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നില്ലേ സർ? ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളോടും കൂടിയാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. ബിക്കോസ് ഇവർ റിട്ടയർ ആയിരിക്കാം, ചിലപ്പോൾ വയസ്സായിട്ടുള്ള 75. എൻ്റെ CEO ജനറൽ ദത്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നാഷണൽ സെൻട്രലിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വയസ്സ് 78 പക്ഷേ ഇന്നും ഒരു സംഭവം വരുന്ന സമയത്ത് ഹീസ് ഓൺ കോൾ ഓവർ ദ. അപ്പോൾ ഈ എക്സ്പെർട്ടുകളെ വെച്ചിട്ടായിരിക്കും അവർ ആദ്യം സജഷൻസും ഒപ്പീനിയൻസും എടുക്കേണ്ടത്. അതെന്തുകൊണ്ട് ഇവരൊന്നും ചെയ്തില്ല? ഇനിയും ഇതുപോലെ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് നാളെ നമുക്ക് എല്ലാം അർജുനെയും തിരിച്ചു കിട്ടി, ട്രക്കും തിരിച്ചു കിട്ടി, അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് മറക്കാൻ പോവല്ലേ? ഇനിയെങ്കിലും എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പരിമിതികൾ പലതുമുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും മറ്റേ സ്റ്റേറ്റിലും ക്യാപിറ്റലിൽ ഒരു സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ആർമിയുടെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ടല്ലോ. ആ യൂണിറ്റിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റേഷൻ കമാൻഡറെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആർമിയുടേതായിട്ടുള്ളതും അതിൻ്റെ എല്ലാം മസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഫെസിലിറ്റീസ് എന്തെല്ലാം ഉണ്ട് അവർ കൊണ്ടുവന്ന് ഗ്രൗണ്ടിലിറക്കും. അപ്പോഴാണത് പ്രൊഫഷണലായിട്ട് കാര്യം ചോദിച്ചോട്ടെ ശ്രീ മേജർ, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, ഈ ദുരന്ത നിവാരണത്തിനായുള്ള ശ്രമങ്ങൾ, ഇത് ഡേ 1 ഒന്നാം ദിവസം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ഫലപ്രദമായേനെ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോൾ പോലും സർ ഇപ്പോഴും ലോറി കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരു അനുമാനത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സാർ തന്നെ പറഞ്ഞത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടിയ ഒരു പ്രദേശമുണ്ട്, അത് ഡിറ്റാച്ച്ഡ് ആയിരിക്കില്ല, ആ ലോഹവസ്തു ഈ അർജുൻ ഓടിച്ച വാഹനമായിരിക്കും എന്ന ശക്തമായ അനുമാനത്തിലാണ്. പക്ഷെ അപ്പോഴും ഏതാണ്ട് 6-7-8 നോട്ട്സ് ഉള്ള കറണ്ടുള്ള ആ പുഴയിലേക്ക് ഇറങ്ങാനോ സ്കൂബ ഡൈവേഴ്സിന് അതിനകത്ത് പോയി പരിശോധിക്കാനോ നിലവിലെ സാഹചര്യത്തിലും കഴിയുന്നില്ല. ഇതേ പ്രതിസന്ധി നമുക്ക് തുടക്കത്തിലും ഉണ്ടാകുമായിരുന്നില്ലേ? രണ്ടാമത്തെ കാര്യം ഇന്ന് കാർവാർ MLA പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ടെറൈൻ അറിയാവുന്ന ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തതയുള്ള ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, അതായത് ജില്ലാ ഭരണകൂടം പറഞ്ഞതാണ്, ലോറി ബൈ ഓൾ പ്രോബബിലിറ്റി ഈ ഒഴുക്കിൽപ്പെട്ട് നദിയിലേക്ക് പോയിരിക്കാം, അതുകൊണ്ട് റിവർ ബെഡിൽ നമ്മൾ പരിശോധന നടത്തണമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം ഇൻസിസ്റ്റ് ചെയ്തു ആർമിയെ കൊണ്ടുവരണമെന്നും ഇവിടെ പരിശോധിക്കണമെന്നും പറഞ്ഞ് 2-3-4 ദിവസം കരയിൽ മാത്രം പരിശോധനകൾ നടത്തി. അപ്പോൾ ഇങ്ങനെ തെറ്റായ വിവരങ്ങളാൽ നയിക്കപ്പെട്ട ഒരു ദൗത്യരക്ഷാ സംവിധാനം എന്ന ഒരു പഴി കൂടി ഈ രക്ഷാദൗത്യത്തിനുണ്ടോ ശ്രീ മേജർ രവി? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡി ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫയർ, വെള്ളം, ഭൂകമ്പം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, മല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അതിനകത്ത് നാച്ചുറൽ കലാമിറ്റീസ് എന്തൊക്കെയോ ഉണ്ടോ ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് പടക്കശാല കത്തിപ്പോകുന്നത്, ഫയർ, ഇതെല്ലാം വരുന്ന മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇതിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ആളുകളെ വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് ഷുഡ് കോൾ ദം ഫോർ എ മീറ്റിംഗ്. അത് കർണാടക ഗവൺമെൻറ് ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ചെയ്യണം. അവരായിരിക്കണം ഈ ഏരിയ മുഴുവൻ സ്റ്റഡി ചെയ്തുകൊണ്ട് അതിൻ്റെ പേപ്പർ പുട്ടപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു MLAക്ക് ഇത് പറയാം, ലോക്കലായിട്ടുള്ള ഞങ്ങൾ പറയുന്നത് പുഴയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ആർമീനെ കൊണ്ടുവന്നതിന് ഇപ്പോൾ അദ്ദേഹം അക്യൂസ് ചെയ്യുന്ന പോലെയല്ലേ സംസാരിക്കുന്നത്. നിങ്ങളാണ് പറഞ്ഞത് ആർമീനെ കൊണ്ടുവരാൻ, എന്നിട്ട് അവരവിടെ ഇതല്ല വേണ്ടത്. ഈ ഈഗോ ആണ് മാറ്റി നടത്തേണ്ടത്. ആദ്യം തന്നെ ഇതെല്ലാം വന്നിരുന്നെങ്കിൽ അന്നത്തെ മഴ ഇത്രയും സീരിയസ് ആയിരുന്നില്ല. ആ മണ്ണിടിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അവിടെ നമ്മൾ കണ്ടതാണ് വീഡിയോസെല്ലാം. എല്ലാവരും മഴയില്ലാത്ത സമയത്ത് തന്നെയാണ് അവിടെ നിന്നിട്ട് ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നതല്ല, ഇന്നത്തെയും കുറ്റം പറയാൻ കുറേ കാണുമായിരിക്കും. ഞങ്ങളത് ചെയ്തു, ഇപ്പോഴും വന്നു. ഇന്ദ്രബാലനും ടീമും വന്നിരിക്കുന്നത് ഇന്നലെ ഈവനിങ്ങിലാണ്. ഇന്ന് കാലത്താണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം കഴിയുന്ന രീതിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ്, ഞാനിപ്പോൾ എനിക്ക് മെസ്സേജ് കിട്ടി 1 മണിക്ക്, സർ വി ആർ ഗോയിങ് ഫോർ ദ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു 2 ഹവേഴ്സിനകത്ത് ഞാനിതിൻ്റെ റിസൾട്ട് വരുമെന്ന്. ആ 2 ഹവേഴ്സിനകത്താണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ 3 സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം അന്ന് 1-ാം തീയതി നടത്തിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന സമയം മാത്രമല്ലേ ഇതിനെടുക്കുള്ളൂ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയുള്ളൊരു ആക്ഷൻസും ഇതുപോലുള്ള ആളുകളെയും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും സമയം നമ്മൾ ഈ ഡിസ്കഷനിൽ പാഴാക്കില്ലായിരുന്നു.
അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതിനെല്ലാം പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം യെസ് വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. സ്കൂബ ഡൈവിങ്ങുകാർക്കും ഒരു നോർമൽ സ്കൂബ ഡൈവിങ് ട്രെയിനിങ്ങിൽ പറയുന്നിരിക്കുന്ന 1.5 to 2 നോട്ടിക്കൽസ് ആണ് നമുക്ക് റിസ്ക് എടുക്കാനുള്ള സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അവിടുത്തെ അപ്പർ സർഫേസിലുള്ള സ്പീഡ് പോലും 7 നോട്ടിക്കൽസ് ആണ്. ആ 7 നോട്ടിക്കൽ താഴെ കിടക്കുന്ന ഈ വസ്തുവിൻ്റെ അവിടെ കിടക്കുന്ന അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് അത് വിൽ ബി അബൌട്ട് 10 to 12 നോട്ടിക്കൽ മൈൽസ്. ഒരിക്കലും പോസിബിൾ അല്ല. ഹ്യൂമൻലി ഒരു കയറിട്ടിട്ട് എങ്ങനെ സേഫ്റ്റി റോപ്പ് ഇട്ട് കഴിഞ്ഞാലും ഈ മനുഷ്യനെ കൊണ്ട് താഴത്ത് പോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും കാണില്ല. കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തിനകത്ത് വിസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേയിലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ ആ ഒരു ദിവസം മതിയായിരുന്നു. ഈ 10 ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തന്നെ ഈ പ്രൊഫഷണലായിട്ട് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് റിസ്ക്, പല റിസ്ക്കും അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ അർജുൻ അന്ന് അവിടെ പുഴയിൽ ഒഴുകിപ്പോയിരിക്കുകയാണ്, എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ റെസ്ക്യൂ മിഷനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അവിടെ ജീവനോടിരിക്കുന്ന അർജുനെ സേവ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് നമുക്ക് പോലും അറിയുന്നില്ല. അപ്പോൾ ആദ്യമേ ഇത് ചെയ്യേണ്ടതെന്നറിയും, ഈ ജില്ലാതലത്തിലും അല്ലെങ്കിൽ ഏത് തലത്തിലാണെങ്കിൽ ശരി, ജില്ലാതലത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇതിനെ എന്തൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാലും അതിനെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതാണ് ഇവിടെ ഇല്ലാത്തത്. ഇവിടെ വന്നിട്ട് ഈഗോ പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവനാണ് പോകാൻ പോകുന്നത്. മേജർ രവി, ഇപ്പോൾ നമ്മളൊരു പ്ലാൻ ബിയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒരു തെർമൽ ഇമേജിംഗ് എന്നത് രാത്രിയിലും അത് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇന്ദ്രബാലൻ സാർ പറഞ്ഞത്. മാത്രമല്ല ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഒരു പരിശോധന കൂടി രാത്രി നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനുപോലും പറ്റാത്ത തരത്തിൽ മോശമാണ് കാലാവസ്ഥ, ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള സാധ്യതകൾ, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ലെഫ്റ്റ് നൗ? 6:10 എനിക്ക് ഇന്ദ്രബാലൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്, വി ആർ വൈൻഡിങ് അപ്പ് ദിസ് ഓപ്പറേഷൻ ഫോർ ടു നൈറ്റ് സർ. വൈ? ബിക്കോസ് സ്ലാഷിങ് റെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വെട്ടുന്ന രീതിയിലുള്ള മഴവെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഡ്രോൺ പൊക്കിയിട്ട്, അപ്പം ബിക്കോസ് അതിൻ്റെ ബ്ലേഡ്സിന് എടുക്കാൻ പറ്റാത്തതിൽ കൂടുതൽ പ്രഷറിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡ്രോൺസ് പൊക്കാനും ഇതിനൊന്നും നടക്കില്ല. രാത്രിയിലത്തെ ഓപ്പറേഷൻ അവർ വൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി രാത്രി ചെയ്യുമെന്നുള്ളത്, മഴ പോയി കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വൈൻഡപ്പ് ചെയ്തു എന്നാണ്. ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു $1 million ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇത്രയും ടെക്നോളജിയും ഇതെല്ലാം വരുന്ന സമയത്ത് ഈ നേച്ചർ, പ്രകൃതി ഇത്രയും ഭീകരമായിട്ട് അതിനെ അഡ്വേഴ്സായിട്ട് നമ്മളോട് കളിക്കുന്ന സമയത്ത് എന്തെന്ന് ചോദിച്ചാൽ അന്താളിച്ച് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിനെ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ഈ സമയത്ത് ഇനിയിപ്പോൾ ഈ രാത്രി ഈ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഇത് കഴിഞ്ഞ് വെളിച്ചം വരുന്നവരേക്ക് നമ്മൾ എഗെയിൻ ആകാംക്ഷയിൽ ആശയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ കുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവണേ എന്നുള്ളത്. നമ്മൾ ട്രക്കിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി എവിടെയെങ്കിലും ഉണ്ടാവണേ, ഒരു മഹാത്ഭുതം സംഭവിക്കണേ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം പോസിബിലിറ്റീസ് എന്ന് കാലത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ വെള്ളത്തിനെ ഇതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്നുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞു. കാരണം 30 മീറ്ററും അല്ലെങ്കിൽ 20 മീറ്ററും താഴ്ചയുണ്ടെങ്കിൽ അവിടെ ഏത് മെറ്റൽ ബോഡി വെച്ച് കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ ഈ 10 നോട്ടിക്കൽ മൈൽസിൽ വരുന്ന സ്പീഡിൽ എത്ര വെയിറ്റുള്ള സാധനം വെച്ച് കഴിഞ്ഞാലും ആ ലെവലിൽ അത് ഒഴുകി അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ബേസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എപ്പോൾ വരേക്കും നമുക്ക് ബേസ് കിട്ടുന്നില്ല, അതിൻ്റെ മുകളിലാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇനിയുള്ള ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി ഹോപ്പ് ഓഫ് എനി റെസ്ക്യൂ ഓപ്പറേഷൻസ്. അങ്ങനെയാണെങ്കിൽ ശ്രീ മേജർ രവി, ഇപ്പോൾ താങ്കൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളിലെ രക്ഷാദൗത്യം സംബന്ധിച്ച വിവരങ്ങളൊക്കെ താങ്കൾക്കുണ്ടാകും ഞങ്ങളെക്കാൾ കൂടുതൽ. മാത്രമല്ല ഇത്തരം ഓപ്പറേഷൻസിൻ്റെ രീതികൾ, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തതയും ഉള്ള ആളാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും സർ ശരിക്ക് ഈ വളരെ സ്ട്രോങ് സിഗ്നൽ കിട്ടി എന്ന് ഇന്ദ്രബാലൻ സാർ പറഞ്ഞ ആ 3ാമത്തെ സ്പോട്ട് അത് അർജുൻ ഓടിച്ച വാഹനമായിരിക്കുമെന്നും അത് തലകീഴായി അതിൻ്റെ ക്യാബിൻ താഴേക്ക് കുത്തനെ നിന്നുകൊണ്ട് തലകീഴായി കിടക്കുകയാണ് എന്നുമുള്ള അനുമാനത്തിലാണ് ഈ സംഘമുള്ളത്. അതായത് ഏതാണ്ട് ദേ ഹാവ് റീച്ച്ഡ് എ കൺക്ലൂഷൻ ആ കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും ആ ക്യാബിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള നിലവിലെ സാഹചര്യം. അതും കാർവാർ SP അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഈ വാഹനം അവിടെ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയ 8 പേരുടെ കൂട്ടത്തിൽ അർജുനും ഉണ്ടായിരിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ സംശയവും കൂട്ടിവെച്ച് വായിച്ചാൽ
അത് അർജുൻ അതിന് പുറത്തായിരിക്കും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുറത്താണോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡിക്കകത്തുള്ള ഹീറ്റാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഹീറ്റില്ല, പിന്നെ അതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ശരീരത്തിൽ നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള സിഗ്നലും കിട്ടില്ല ഒരു ഫ്ലഷ് ബോഡി എന്ന് പറയുന്ന സമയത്ത്. നേരെ മറിച്ച് മെറ്റലിൻ്റെ അതിൽ വെച്ചിട്ടാണ് നമുക്ക് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഹ്യൂജ് മെറ്റലിൻ്റെ ആ ഡിറ്റക്ഷനാണ് നമ്മൾ മെറ്റൽ ബോഡി അവിടെ ഉണ്ടെന്നുള്ളതും ട്രക്കാണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി ആ ട്രക്ക് അവിടുന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് പൊക്കി വെളിയിൽ വന്നതിന് ശേഷമാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ദിവസം ഒരു മനുഷ്യൻ വെള്ളത്തിനടിയിൽ ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് പ്രാക്ടിക്കലായിട്ട് അങ്ങ് പറയാം, ദാറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം വെള്ളത്തിനടിയിലാണ്. മഞ്ഞിനടിയിൽ ഇരുന്നിട്ട് ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, 6 ദിവസം മഞ്ഞിനടിയിലിരുന്ന്. അപ്പോഴും ആ തണുപ്പിനെ പോലും എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് 6 ദിവസം ഒരു മനുഷ്യ ശരീരം അതിനകത്ത് ഇരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അവിടെയും നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് തെർമൽ ഡിറ്റക്ഷനിൽ കൂടിയാണ് ആ ഹനുമന്തപ്പ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ശരീരത്തിനകത്തുണ്ടായിരുന്ന ആ ചൂടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തത്. ഇപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, അർജുൻ ഉണ്ടോ അവിടെ, അതോ അർജുൻ വേറെ എവിടെയെങ്കിലും പോയോ? ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നൽ നമുക്ക് കിട്ടേണ്ടതാണ്, ഹ്യൂമൻ ബോഡിയുടെ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്തത് സ്ഥിതിക്ക് ഇതിപ്പം വെറും മെറ്റൽ ബോഡിയുടെ ഡിറ്റക്ഷൻ മാത്രമാണ് നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഐ ഡോണ്ട് നോ, ഞാനത് എന്താണെന്നുള്ളത് പറയാൻ ഐ ആം ഓൾസോ നോട്ട് ഇൻ എ പൊസിഷൻ. വൈ? ബിക്കോസ് ഇതൊരു ഹോപ്പിൻ്റെ എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ഹോപ്പിൽ നിൽക്കുകയാണ് ഇപ്പം നമ്മൾ. അപ്പോൾ ഏത് വരയ്ക്ക് നമുക്ക് ഈ ട്രക്ക് എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുന്നില്ല, അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലേ എന്നറിയുന്നവർക്ക് ഇനിയും ആശങ്കകളാണ്. ട്രക്ക് കിട്ടി, അതിനകത്ത് അർജുനില്ല, അപ്പോൾ അർജുൻ എവിടെ പോയി? അത് വേറൊരു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അർജുൻ എവിടെ പോയി? ഈ പുഴ ഇതെല്ലാം ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? പുഴയുടെ സൈഡിലെല്ലാം ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ളത് ഇനിയും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമുക്ക് പ്രകൃതി കാണിക്കുന്ന ഈ ഇത്രയും വലിയൊരു അക്രമം അതിനോട് നമുക്ക് എതിരിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് എന്നുള്ള പറയുന്നത് ഇതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത്.